എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സുജനാസ് കിച്ചൻ. ഇനി നമ്മൾ നല്ല നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് റോസ്റ്റാണ് കാണിക്കുന്നത്. നല്ല എരിവും മസാലൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് ഒരു സൂപ്പർ സ്പൈസി ബീഫ് റോസ്റ്റാണിത്. എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടി ഒരു കടായി എടുക്കാം. അതിലോട്ടേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബീഫ് റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എണ്ണ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു പൊടികളൊക്കെ നല്ലൊരു മൂത്തിട്ടിട്ട് നല്ലൊരു മണം വരും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇനി ഇതിലോട്ടേക്ക് 2 സവാള, ഒരു വലിയ 2 സവാളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ നമ്മുടെ സവാള വാടി വരണം. ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഞാനിപ്പോൾ ഒരു എരിവുള്ളൊരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കറിവേപ്പിലയൊക്കെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഈ ചേർത്തിട്ടുള്ള തക്കാളി നല്ലവണ്ണം തന്നെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പക്ഷേ നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം നല്ലവണ്ണം തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബീഫാണ്. ഞാനിപ്പോൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. ഇതിപ്പോൾ 1/2 കിലോ ബീഫുണ്ട്. ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള 1/2 കിലോ ബീഫാണ്. അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഫെനൽ സീഡ്സ് പൊടിച്ചത്, അതായത് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചേർത്തുള്ള പൊടികളും മസാലയും എല്ലാം കൂടി നമ്മുടെ ബീഫിലോട്ടേക്ക് നന്നായിട്ട് പിടിച്ച് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി മിക്സാക്കിയതിന് ശേഷം നമുക്കിവിടെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മളെ മസാലയൊക്കെ നമ്മളെ ബീഫിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ട് നല്ല പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ രുചികരമായിട്ടുള്ള നല്ല പെപ്പറിൻ്റെ ടേസ്റ്റും എരിവും ഒക്കെയുള്ള നല്ല നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.